ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഫുള്ളായിട്ട് റൂം തിരഞ്ഞ് നടക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം വൈകുന്നേരമായിട്ടാണ് നമുക്ക് റൂം സെറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെയും കാണാൻ പോകാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ ഈ റൂമിന് വേണ്ടി അന്വേഷിച്ച് നടക്കുമ്പോൾ ഇപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ റൂം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളവിടെ ലൊക്കേഷൻ ഇട്ട് പോകുന്ന സമയത്ത് ആ പോണ വഴിക്കൊക്കെ നല്ല നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൊക്കേഷനൊക്കെ വഴി തെറ്റിച്ചൊക്കെ കൊണ്ടുപോകുമ്പോൾ വല്ല കുന്നിൻ്റെ മുകളിൽ അവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ഭയങ്കര പേടിയാണ്. നമുക്ക് ആ ഒരു ഭംഗിയൊന്നും ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല. കാരണം എല്ലാ വന്യമൃഗങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾതാമസമില്ലാത്തൊരു ഏരിയ ഒക്കെ അല്ലേ. അപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറേ തിരഞ്ഞിട്ടാണ് കേട്ടോ റൂം സെറ്റായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റൂമും അതിലത്തെ വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. അങ്ങനെ നമുക്ക് അവസാനം കിട്ടിയിട്ടുള്ള റൂമിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. നോക്കി നോക്കാം അതും കൂടി നല്ല രീതിയിൽ, അല്ലെങ്കിൽ കാറിൽ കിടന്ന് ഉറങ്ങാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ കണ്ട റൂമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫൈനലി നമുക്കൊരു റൂമൊക്കെ സെറ്റായി. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഈ റൂം കിട്ടിയതിനെക്കാട്ടിലും ഇരട്ടി സന്തോഷമായിരുന്നു കേട്ടോ. കാരണം അവിടെ അതിനെക്കാട്ടിലും നല്ലൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വേറെ ഒന്നല്ല, ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. ഒരു 4-5 ഫാമിലി കൂടിയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. പക്ഷേ അത് അവസാനം ഞങ്ങൾ ഒറ്റയ്ക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു വിഷമം നല്ലോണം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ ഞങ്ങൾ എല്ലാവരും കൂടി പോകണതും അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടതാണെന്ന് അറിയില്ലേ. അങ്ങനെയായിട്ട് പിന്നെ അവസാനം ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു പോണേൻ്റെ ത്രില്ല് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സർപ്രൈസായിട്ടെന്ന് പറഞ്ഞ പോലെ അവിടെ വേറെ 2 ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ്. പക്ഷേ ഭയങ്കര ക്ലോസായി. ഞങ്ങളെക്കാട്ടിലുപരി മക്കൾ, അവർക്ക് 2 പേർക്കും 2 ഫാമിലീസിനും ഈ 2 കുട്ടികളുണ്ട്. ഇവരെല്ലാം കൂടി അയക്കുമ്പോൾ കുട്ടികൾ അവരുടെ റൂമിലും നമ്മുടെ റൂമിലും അവരാണെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് എത്രയോ മുൻപരിചയമുള്ള പോലെയുള്ളൊരു ഫീലും കാര്യങ്ങളും. നമ്മൾ പോകാൻ വിചാരിച്ച ആ ഒരു പറ്റാത്തതിൻ്റെ വിഷമം അവിടെ തീർന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബാൽക്കണിയിൽ പോയപ്പോൾ മഴവില്ലൊക്കെ കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് വിളിച്ചുകൊടുന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ മഴവിൽ. ഈ ഒരു വ്യൂ ഒക്കെ ഇപ്പോൾ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാണ് കേട്ടോ നൈറ്റ് കാണാൻ. അങ്ങനെ അവിടുത്തെ റൂമും ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് തോന്നിയതിന് ശേഷം നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടോ. കാരണം ഒന്നും കഴിക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. സംഭവം രാത്രികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത് വെച്ചെങ്കിൽ ആക്കിത്തരും. അതവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതിലൊക്കെ കുറിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ കുറച്ച് ലൈസും മിഠായും അതെന്തൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കുട്ടികളെല്ലാവരും കൂടി കഴിച്ചിട്ട്, അതുപോലെ അവരും എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. ഇവിടെ ഒരു TV ഉണ്ട്. അവിടെ കൊച്ചു TVയും കാർട്ടൂൺസൊക്കെ വെക്കുന്നുണ്ട്. പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഫുൾ ടൈം കളിയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് സർപ്രൈസ് ആയിട്ട് 2 ഫാമിലിനെ കുറിച്ച് പറയട്ടെ. അവർ 2 പേരും തൃശ്ശൂർക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാരായതുകൊണ്ട് തന്നെ ഒരേ നാട്ടുകാരെന്ന് പറഞ്ഞ പോലെ ആയി. പക്ഷേ കൊടൈക്കനാൽ പോകേണ്ടി വന്നു ഇവരെ കാണാനും പരിചയപ്പെടാനും എന്നുള്ളതാണ്. പിന്നെ ഇവർ 2 ഫ്രണ്ട്സാണ് കേട്ടോ. അവർക്ക് പരസ്പരം പറയാം. അവരുടെ ഹസ്ബൻഡ്സ് തമ്മിൽ ഫ്രണ്ട്സ്, ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അവരവരുടെ ഫാമിലീനായിട്ട് ഒത്തുകൂടുമ്പോൾ വരുന്നതാണ്. അപ്പോൾ അവർക്ക് പരസ്പരം അറിയായിരുന്നു. നൈറ്റ് ആയപ്പോഴേക്കും ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫുൾ ലൈറ്റ്സ് ആയിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളും അതുപോലെ ബിൽഡിങ്ങുകളും കടകളും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടാൽ ശരിക്കൊരു വീടാണ്. അത് 3 ബെഡ്റൂം, ഒരു ബാൽക്കണി, അല്ലാതെ ഒരു ലിവിങ്, ഒരു ഡൈനിങ് ഒക്കെ ആയിട്ടുള്ള ഒരു 3 ഫ്ലോറിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിപ്പോൾ എന്താ ഇത് ഇത്ര വലിയ സംഭവം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ മൂന്നാർ, വയനാട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നല്ല റൂമുകൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നല്ല റൂമുകളും അതുപോലെ നല്ല റിസോർട്ടുകളൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് ഈ കൊടൈക്കനാൽ, ഊട്ടി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നല്ല റൂംസും നല്ല വ്യൂ, നല്ല വൃത്തിയുള്ള സ്ഥലത്ത് റൂമുകളൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ പോയതിൽ വെച്ചിട്ട് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നല്ലൊരു റൂം കിട്ടി. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള റൂം കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ പറഞ്ഞിട്ടാണ് കേട്ടോ പിടിച്ചു വലിച്ചിട്ട് എന്ന് പറഞ്ഞ പോലെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രൈഡ് റൈസൊക്കെ ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇഡ്ഡലിയും പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നു. ഇവിടെ നല്ല ഫുഡായിരുന്നു. ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇഡ്ഡലിക്ക് സാമ്പാറാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. സാമ്പാറൊന്നും പറയാൻ പറ്റില്ല, ഒരു പരിപ്പൊക്കെ ഇട്ടുള്ള ഒരു കറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞൊരു മൂവിയൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം അതിലൊന്ന് കണ്ടു. അത് കഴിയുമ്പോഴേക്കും നല്ല കോട കയറിയിട്ട് സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ കുട്ടികളെന്നൊക്കെ വിളിച്ച് റൂമൊക്കെ കയറ്റി
അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ വെച്ചിട്ട് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഭയങ്കര അർമാദമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് ലേറ്റായിട്ട് കിടന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ നീച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്ക് നീക്കാൻ കുറച്ചൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുടിച്ചു. അത് കുറച്ച് കഴിയുമ്പോഴേക്കും അവർ രാവിലത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ തന്നെ സൈഡിൽ പുറത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പാകത്തിന് അവരൊരു ടേബിളും ചെയറും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഇതിലൊന്നുമല്ല, പക്ഷെ അത് ഭയങ്കര രസമാണ് കേട്ടോ അവിടെ നിന്ന് കഴിക്കാൻ. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ ദോശ ഇഡ്ഡലിയായിരുന്നു കേട്ടോ കൊണ്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചു 2-3 വീഡിയോസും ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ റൂമിൽ പോയിട്ടാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ വേഗം പോകാനുള്ള കാര്യങ്ങൾ നോക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ പോകേണ്ട നേരമാകുമ്പോഴേക്കും പിന്നെ കോട ഇങ്ങനെ കയറി വരുമായിരുന്നു കേട്ടോ. രാവിലെ നീച്ചുകൊണ്ട് വലിയ കോട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളൊരു പോകേണ്ട സമയമാകുമ്പോഴേക്കും അപ്പോഴേക്കും വെയിലൊക്കെ വരേണ്ടതാണ് നമ്മളെ നാട്ടിലൊക്കെ. നേരെ തിരിച്ചാണ് കേട്ടോ. അപ്പം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പുറത്തുനിന്ന് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. പോകുമ്പോഴുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം കോട ഇങ്ങനെ കയറിയിട്ട് നല്ലൊരു വൈബുള്ള യാത്രയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴൊരു മഴയും കിട്ടി. ഇങ്ങനെ മഴയും കോടയും എല്ലാം കൂടിയിട്ട് യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് എത്തിയപ്പോൾ അടുത്തുള്ളൊരു പാർക്കിലാണ് കേട്ടോ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി പാർക്കാണ് കേട്ടോ ഇത്. എന്താ പറയുക, ഫുൾ പച്ചപ്പായിട്ട് മെയിനായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളവർക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പാർക്കാണ് കേട്ടോ അത്. കാരണം എവിടെ നോക്കിയാലും നമുക്ക് അവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ തോന്നും, അവിടേക്ക് നിന്ന് വീഡിയോ എടുക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു പാർക്ക് അറിയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. അടിപൊളി പാർക്കാണ്. ഞാൻ അവിടെയൊക്കെ കണ്ടു 1-2 റീൽസൊക്കെ എടുത്ത്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് വേഗം ഇറങ്ങിട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോട്ടിംഗ് ഒക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. അങ്ങനെ നമ്മൾ കുറേ വലിയ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ക്യൂ ഒക്കെ കഴിഞ്ഞ് അവിടെ എത്തി ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ കുട്ടികളെ കയറ്റാൻ പറ്റില്ല. കുട്ടികളെ കയറ്റാൻ പറ്റുന്ന വേറെ എന്തോന്നുണ്ട്, അതിനാണെങ്കിൽ ഭയങ്കര റേറ്റും ടിക്കറ്റിന്. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചാൽ മാത്രമല്ല, നമ്മളിപ്പോൾ അതെടുത്ത് കയറിയാലും തന്നെ കുറേ ടൈം ടിക്കറ്റ് എടുത്ത് പോയവരൊക്കെ അവിടെ വെയിറ്റിങ്ങിലാണ്. പിന്നെ അവരുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയിട്ട് എപ്പോൾ കയറാനാണ്. അപ്പോൾ എന്താണെങ്കിലും അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇതിൽ കയറിയില്ല കേട്ടോ, ബോട്ടിംഗ് ഒന്നും കയറിയില്ല. നമ്മൾ അവിടെയൊക്കെ കണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ മാങ്ങി അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നുണ്ടോ. അപ്പോൾ പറഞ്ഞ വഴിക്ക് തന്നെ നൂഡിൽസും അതും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നൂഡിൽസും വേറെ എന്തൊക്കെ ആയിട്ട് വാങ്ങിച്ച് കഴിച്ചു. നല്ല അടിപൊളി നൂഡിൽസ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വമ്പൻ പരാജയമായിരുന്നു കേട്ടോ. കാരണം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്ലോക്ക്. എത്ര ടൈമാണ് ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടെന്ന് പോലും അറിയില്ല. തിരിച്ചു പോരാൻ പറ്റും, അതും പറ്റില്ല. ബാക്കിൽ നിറച്ച് വണ്ടികൾ തിരിക്കാനുള്ള സ്പേസ് ഇല്ല. ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് കുടുങ്ങിയിട്ടോ. അങ്ങനെ കുറേ ടൈം എടുത്തിട്ട് നമ്മളൊരു വ്യൂ പോയിന്റിലേക്ക് എത്തി. അവിടെ ടിക്കറ്റ് എടുത്ത് കയറി. കാണാൻ നല്ലതായിരുന്നു കേട്ടോ, നല്ലൊരു വ്യൂവും കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ നിറച്ച് കടകൾ ഇതൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അവിടെ അങ്ങോട്ട് വിട്ടാൽ പിന്നെ കടകളൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. ഇവിടെ ആണെങ്കിൽ മെയിനായിട്ടുള്ള ഫുഡൊന്നുമില്ല. എന്തൊക്കെയോ റൈസോ എന്തൊക്കെയോ തക്കാളിച്ചോറോ അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതിൽ 2-3 സാധനം ട്രൈ ചെയ്തു. അങ്ങനെ വിശപ്പ് തീർത്തു. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ ഇത്രയും കടകളും ഇത്രയും സാധനങ്ങളൊക്കെ കൂടി കണ്ടു നോക്കുമ്പോൾ ഇവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എന്താ കിട്ടുക എന്ന് അന്വേഷിച്ചെടുക്കുക. ഇവരിവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കാൻ പറ്റുകയെന്ന് അന്വേഷിച്ചു. അവസാനം പിന്നെ ചെവിയിൽ കാറ്റടിക്കുന്നതിനുള്ള ഒരു സാധനം, അതുപോലെ തന്നെ കണ്ണാടി, അങ്ങനെ എന്തൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചത്. പിന്നെ നെക്സ്റ്റ് സ്പോട്ട് വരുന്നത് ഗുണ കേവാണ് കേട്ടോ. അവിടെ നിന്ന് വീണ്ടും ഇതേ ക്യൂ തന്നെയാണ് കേട്ടോ. കാരണം ഗുണ കേവ് കയറാൻ പറ്റിയിട്ടില്ല, കാരണം അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നില്ല. കുറേ റിക്വസ്റ്റ്, നമ്മളവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ടിക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകണം കേട്ടോ. പിന്നെ ഒരു സ്പോട്ടും കൂടി ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഒരുപാട് ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് തന്നെയാണ് കേട്ടോ അവിടേക്കും എത്തിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും കയറാൻ പറ്റിയപ്പോൾ ഒരു സമാധാനം തോന്നി. കാണാൻ നല്ല രസമാണ് കേട്ടോ അവിടെ. പിന്നെ നിറച്ച് കുതിരകളും ഫോട്ടോ സെക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ കുതിരയുടെ മുകളിൽ കയറിയിട്ടോ. ഞാൻ മുന്നേ കയറിയിട്ടുണ്ട്, എങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷമായ കാരണം നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ കയറി നമ്മൾ കുതിര സവാരിയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ കറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ നല്ലൊരു സ്പോട്ടിൽ നിന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് വാങ്ങിച്ചു കേട്ടോ. കുട്ടികൾക്ക് മേടിച്ചില്ല, നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ. പിന്നെ അവർ ഓൾറെഡി അവിടെ നിന്ന് കുറച്ച് കഴിച്ചതല്ലേ, പിന്നെ വീണ്ടും കഴിക്കേണ്ട എന്നുള്ള രീതിയിൽ അവർക്ക് മുട്ട ഓംപ്ലേറ്റ് വേറെ എന്തൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പോഴേക്കും തന്നെ ഏകദേശം 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ലൊരു സ്പോട്ടൊക്കെ തേടി പിടിച്ച് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒക്കെ വരുമ്പോഴേക്കും തന്നെ നല്ലൊരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു.
കുട്ടികളൊക്കെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവരൊക്കെ എന്തെങ്കിലും കഴിപ്പിക്കാമെന്ന് പറഞ്ഞാലൊക്കെ അങ്ങനെ കുറേ സമയം അവിടെ എടുത്തു. അപ്പോൾ 7 മണി 7:30 ആയിട്ടോ നമ്മളവിടെ നിന്ന് തിരിക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ രാത്രിക്കലത്തെ ഭക്ഷണം വേണമെന്ന് തന്നെ ഉണ്ടായിരുന്നില്ല. കുറേ പോന്നു. പിന്നെ ഇനി കഴിക്കണം തോന്നുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, അപ്പോൾ തോന്നുകയാണെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ലേറ്റ് ആയതിനു ശേഷം നമ്മളൊരു അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചൊരു പകുതിക്കായ സമയത്ത് പിന്നെ കടകളില്ല അങ്ങനെ. അപ്പോൾ ഒരു കട കണ്ടപ്പോൾ അവിടെ കയറി ബിരിയാണി അടിച്ചു. ബിരിയാണി ഒന്നും കഴിക്കണമെന്നില്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് പക്ഷേ അതേ ഉള്ളൂ. അപ്പോൾ നിവൃത്തിയേട് കൊണ്ട് അത് വാങ്ങിച്ചപ്പോഴും അപ്പോൾ കഴിക്കണമെന്നില്ല, വിശക്കുമ്പോൾ വണ്ടി നിർത്തി കഴിക്കാമെന്നുള്ള രീതിയിൽ പാർസലായിട്ട് വാങ്ങിച്ചു. പിന്നെ ആ ഫുഡ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഏകദേശം 4 മണി 4:30 അതോ 3:30 ആ ഒരു സമയത്തൊക്കെ നമ്മൾക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടൈക്കനാൽ പോയ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.